അങ്ങനെ ഏറെ വിവാദങ്ങൾക്കൊടുവിൽ കാവ്യ മാധവനും ദിലീപും വിവാഹിതരായി. തന്റെ ആദ്യ നായകനെ തന്നെ കാവ്യ ജീവിതത്തിലെ നായകനാക്കി. പ്രേം നസീറും ഷീലയും കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും അധികം ചിത്രങ്ങളിൽ ഒന്നിച്ചഭിനയിച്ചത് കാവ്യ മാധവനും ദിലീപുമാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കു മുതൽ പിന്നെയും വരെ മികച്ച കെമിസ്ട്രിയാണ് ഇവർ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. 21ഓളം ചിത്രങ്ങളിൽ കാവ്യയും ദിലീപും ഒന്നിച്ചഭിനയിച്ചു. എന്നാൽ അതിൽ 5 ചിത്രങ്ങളിൽ ഇരുവരും പ്രണയ ജോഡികൾ ആയിരുന്നില്ല. ആ ചിത്രങ്ങളെയാണ് ഗോസിപ്പ് ബസാർ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഡാർലിംഗ് 2000-ൽ രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ദിലീപിന്റെ നായികയായിരുന്നില്ല കാവ്യ മാധവൻ. ദിലീപിന് പകരം കാവ്യ മാധവന്റെ നായകനായി എത്തിയത് നർത്തകൻ വിനീത് ആയിരുന്നു. മാത്രമല്ല, ചിത്രത്തിൽ ദിലീപ് ഒരു ചെറിയ നെഗറ്റീവ് റോളിലായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. ദോസ്ത് തുളസീദാസ് സംവിധാനം ചെയ്ത് 2001-ൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദോസ്ത്. ചിത്രത്തിൽ ദിലീപിന്റെ സഹോദരിയുടെ വേഷമായിരുന്നു കാവ്യ മാധവന്. 2004-ൽ പുറത്തിറങ്ങിയ കമൽ ചിത്രമാണ് പെരുമഴക്കാലം. ചിത്രത്തിൽ കാവ്യ മാധവൻ വിനീതിന്റെ ഭാര്യയായിട്ടായിരുന്നു അഭിനയിച്ചത്. ദിലീപിന്റെ നായികയായി മീര ജാസ്മിൻ ആയിരുന്നു ചിത്രത്തിൽ അഭിനയിച്ചത്. 2008-ൽ പുറത്തിറങ്ങിയ മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു 2020. ചിത്രത്തിൽ കാവ്യ അഭിനയിച്ചെങ്കിലും ദിലീപിന്റെ നായികയായി എത്തിയത് ഭാവനയായിരുന്നു. ചിത്രം നിർമ്മിച്ചതും ദിലീപ് തന്നെയായിരുന്നു. 2011-ൽ റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചൈന ടൗൺ. ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായിരുന്നു കാവ്യ മാധവൻ. ഗോസിപ്പ് ബസാർ.